അതാണ് സ്ഥിരം ഗുണ്ടയും വഴിപോക്കനൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് വഴിപോക്കനായിട്ട് എനിക്ക് വഴിപോക്കലിന്റെ അവാർഡ് കിട്ടി. ആ വഴിപോക്കനാണ് ഞാൻ തന്നെ പറയാം. പ്രിയദർശൻ സാറാണ് എനിക്ക് ആദ്യമായിട്ട് കോമഡി തന്നത്. സത്യം പറഞ്ഞാൽ ഇന്ത്യൻ ടു എന്നൊരു പടത്തിൽ ഞാൻ അഭിനയിക്കാനുണ്ടെങ്കിൽ ഞാൻ മടിച്ച് നിന്നെടുത്ത് എന്നെ പ്രോത്സാഹിപ്പിച്ചതിലാണ് സാർ. ഇവിടെ ഭയങ്കര ന്യൂസായി ഇന്ത്യയും ഏഷ്യാനെറ്റും അത് വലിയ ഇഷ്യൂ ആയി അവിടെ. എന്തൊരു പുറത്ത് പറയരുതെന്നുണ്ടായിരുന്നു. ഞാനായിട്ട് പറഞ്ഞിട്ടില്ല, അത് മദ്രാസിൽ നിന്ന് തന്നെ ലീക്കായതാണ്. ഇപ്പം വിസ്മയുടെ ഒപ്പമുള്ള ഒരുമിച്ചുള്ള അഭിനയം ലാലേട്ടന്റെ മകൾ എന്നുള്ളൊരു സ്ഥാനത്തു നിന്നാണല്ലോ നമ്മൾ അവരെ കാണുന്നത്. അവര് ഭയങ്കര ഇപ്പോഴത്തെ പലരും അവര് കണ്ടു പാടിക്കുന്ന പെരുമാറ്റം സാറിന്റെ എല്ലാവിധ അതിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആണ് ലാലേട്ടൻ. ഈ പറയുന്ന പോലെ ആളുകളുടെ പെരുമാറ്റത്തില് അടി തൊട്ട് 3 വരെ ഒറ്റ പെരുമാറ്റം. റോഷൻബോയിയോടാണെങ്കിലും വലിയ അതെല്ലാവരോടും വളരെ ഡീറ്റായിട്ട്. ഇപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒറ്റക്കൊക്കെ 1.5 വർഷമായി അവിടെ നടക്കും. ഇതിൽ സുരേഷ് ഗോപി മിനിസ്റ്റർ ആയതിനു ശേഷം അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനിനി മിനിസ്റ്റർ എന്റെ ലൊക്കേഷനിൽ ഒരു മിനിസ്റ്ററിന് വേണ്ടിയിട്ടുള്ള ഒരു ഓഫീസും കൂടി തുറന്നു വെക്കുന്നുള്ളത്. അതൊക്കെ എത്രത്തോളം പ്രാക്ടിക്കലാണ്? കൊറ്റക്കൊമ്പനൊക്കെ തുടങ്ങിയ സമയത്ത് ചെറിയ പുള്ളിയുടെ സെക്രട്ടറി ഉണ്ടാവും. അപ്പൊ ഒഫീഷ്യൽ ആയിട്ട് ഇങ്ങനെ ഒരു മിക്ക ഡയലോഗ് ആർക്ക് കേൾക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് കമ്പനിയുള്ളൂ. അത് ചിരി കയറിയിട്ടു അടുപ്പം എല്ലാവരും കേട്ടാം അതിനെ തുടക്കൂല. നമുക്ക് അല്പം തോന്നി ഞാൻ പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് നല്ല വീഡിയോ വരും. എൻ്റെ ഞാൻ തിരിച്ചു കലാരഞ്ജലി ചേച്ചിയാണ് ആ പറഞ്ഞു. കലാരഞ്ജലി ഹാങ് ചെയ്ത് നിൽക്കുന്ന സമയത്തല്ലേ ചേച്ചി അവര് ഭയങ്കര കൊണ്ടുപോകും. അത്രയും പഴയ കാര്യങ്ങളൊക്കെ അറിയാവുന്നത് സ്പോട്ടിൽ ഓരോ സാധനങ്ങളും കൗണ്ടർ അടിക്കാൻ കൽപ്പന ചേച്ചിക്കും ഉണ്ടല്ലോ ആ ഒരു സാധനം കലാരഞ്ജലി ചേച്ചി. നന്ദു പൊതുവാളാണ് മീഡിയ വൺ ഷോമോളിനൊപ്പം ഇന്നത്തെ അതിഥി. സ്വാഗതം. ചേട്ടാ 20 വർഷമായല്ലോ സിനിമയില്, 20 കൂടുതലായി. ഇപ്പോ നന്ദുചേട്ടന്റെ സമയമാണ്. സോഷ്യൽ മീഡിയയിലൊക്കെ എവിടെ നോക്കിയാലും മോഹിനിയാട്ടത്തിലെ അളിയൻ കഥാപാത്രത്തെ പറ്റിയിട്ടാണ് ചർച്ച. ഇതൊരു ഭയങ്കര വന്നു ചേർന്ന, ഒട്ടും അപ്രതീക്ഷിതമായിട്ട് വന്നു ചേർന്ന ഒരു ഭാഗ്യമായിട്ടാണോ മോഹിനിയാട്ടം എന്ന സിനിമ? മോഹിനിയാട്ടം ഉണ്ടെന്നുള്ള നേരത്തെ അറിയാം. അതിന്റെ 1ാം ഭാഗമാണല്ലോ ഭരതനാട്യം. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ പറഞ്ഞ 2ാം ഭാഗമുണ്ട്. ഡേറ്റ് പറയാം. വ്യത്യസ്തമായ ഡയറക്ടറായിരുന്നു ഡയറക്ടർ പറഞ്ഞു കൃഷ്ണദാസ്. പെട്ടെന്ന് കിടന്നു വിചാരിച്ചില്ല. പറഞ്ഞു പറഞ്ഞാൽ പുള്ളി എടുത്തെടുത്ത് നേരത്തെ വിളിച്ചു പറഞ്ഞു. ബാക്കി ഭരതനാട്യം ചെയ്യുമ്പോൾ ഞാൻ പ്രൊഡക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് വർഷങ്ങളോടായിട്ട് വാക്ക്. ആ സമയത്താണ് ഭരതനാട്യത്തിൽ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥകളുണ്ട്. പടങ്ങളുടെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തത്. ഇത് നേരത്തെ പറഞ്ഞു ഏത് പടങ്ങളൊന്നും പിടിക്കരുത്, കണ്ടിന്യൂസ് എനിക്ക് വേണം. അത്രയും പേര് നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം. അങ്ങനെയാണ് ആ പടം ചെയ്തത്. ഇപ്പൊ ഇതുവരെയുള്ള ചേട്ടന്റെ കഥാപാത്രങ്ങളിൽ പെട്ടെന്ന് ഓർമ്മയിൽ വരുന്നത് പല പല മുഖങ്ങളായിട്ടാണ്. അതും വളരെ ചെറുതാണെങ്കിലും ശ്രദ്ധിക്കപ്പെടുന്ന മുഖങ്ങളായിട്ട് എപ്പോഴും ട്രോളുകളിൽ നിറയുന്നുണ്ട് വെട്ടത്തിലെ വേഷമൊക്കെ. അപ്പോൾ പക്ഷെ ഇതൊരു മുഴുനീള കഥാപാത്രത്തെ കിട്ടുന്നു. ഒരുപാട് ഡയലോഗുകൾ, 1-2 ഡയലോഗ് വന്ന് പറഞ്ഞിട്ട് പോയിരുന്ന ആള് ഒരുപാട് ഡയലോഗുകൾ, അതെല്ലാം തന്നെ ഹിറ്റ് എന്നുള്ള ഒരു സാഹചര്യമാണല്ലോ. ഈ ഡയലോഗുകളൊക്കെ എങ്ങനെയാണ് ഇത്ര സ്പോണ്ടേനിയസ് ആയിട്ട് അതിന് തമാശ സൃഷ്ടിക്കാൻ പറ്റും? തിരക്കഥയിൽ ഉണ്ടായിരുന്നാണല്ലോ. അതിൽ അഭിനയിച്ച ആർട്ടിസ്റ്റുകൾ പറഞ്ഞ 90% ഡയലോഗുകൾ അദ്ദേഹം അതിന്റെ ഒരു പ്രസന്റേഷൻ ഉണ്ടായിരുന്ന ഒരു രസം ഉണ്ടല്ലോ. എന്നോട് പറഞ്ഞു ഇതൊരു പ്രസന്റേഷൻ മോഡ് ഇതാണ്, അത് ചെയ്യുന്ന. ഇത്രയും ത്രൂ ഔട്ട് കഥാപാത്രമായിട്ട് നിൽക്കുക. ഞാൻ ത്രൂ ഔട്ട് ആദ്യം ചെയ്തത് സദാനന്ദന്റെ സമയം. അത് ഞാൻ ത്രൂ ഔട്ട് കഥാപാത്രം. പക്ഷെ പടം ഓടിയെന്നേ പറയോ. ഒന്ന് ഗംഭീര ഒരു ക്യാരക്ടർ ചെയ്യും. ജോഷി സാറിന്റെ ജന്മ ഇല്ല, സുരേഷ് ഗോപി സാറിന്റെ എനിക്ക് ഫൈറ്റ് ഉണ്ട്, പാട്ടുണ്ട്. അത് ത്രൂ ഔട്ടാ. പുള്ളിയുടെ ഫൈറ്റിൽ തോക്കും പിടിച്ച് നടത്തുന്ന ഒരാള്. എന്തുകൊണ്ടാ പടം ഇറങ്ങിയില്ല? അത് ലാസ്റ്റ് ആയപ്പോഴേക്കും കുറച്ച് സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ പലതവണ ലൈഫിൽ ഈ 20 വർഷത്തിന് മേലെയുള്ള കരിയറിൽ പലതവണ ആഗ്രഹിച്ചിട്ടുള്ള ഒരു നേട്ടമാണോ ഇപ്പൊ വന്ന് നിൽക്കുന്നത്? എന്തെങ്കിലും ഒരു നല്ല കഥാപാത്രം ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ചെയ്ത കഥാപാത്രങ്ങളെല്ലാം മോശം എന്ന് പറയാൻ പറ്റില്ല. 1-2 സീനോ ഉണ്ടെങ്കിലും ശ്രദ്ധിക്കപ്പെടുന്നതായിരിക്കും. അപ്പൊ അങ്ങനൊരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് ആദ്യത്തെ പടം തന്നെ സൂപ്പർ ഹിറ്റാ ലേലം. ലേലത്തിന് ശിവരാജ് മോഹനായിട്ടാണ് അതിനെ കൊള്ളുക പ്രൊഡക്ഷൻ ചെയ്യും. അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ് ആയിട്ടാണ്, എക്സിക്യൂട്ടീവ് ആയിട്ടാണ് ഞാൻ പറഞ്ഞത്. ലേലം മുതൽ ജോഷി സാറിന്റെ നിരന്തരം പടങ്ങളിലെല്ലാം വർക്ക് ചെയ്തു. അത് ഞാൻ അഭിനയിച്ചു. അതെല്ലാം ഹിറ്റുകളായിരുന്നു. 2020 വരെ എല്ലാം ഹിറ്റുകളായിരുന്നു. പ്രിയദർശൻ സാറിന്റെ പടം പ്രിയദർശൻ സാറാണ് എനിക്ക് ആദ്യമായിട്ട് കോമഡി തന്നത്.
ഒട്ടകോറ ഭീമാധവ നായർ രക്തം, അതുപോലെ ഷാഫി സാറിൻ്റെ കല്യാണരാമൻ, അതെല്ലാം വളരെ ശ്രദ്ധിക്കപ്പെട്ട സാധനങ്ങളായിരുന്നു. അങ്ങനെ ഒരു ഭാഗ്യം നല്ല ഇൻഡസ്ട്രിയിൽ മുമ്പിൽ നിൽക്കുന്ന സംവിധായകന്മാരുടെ കൂടെ എല്ലാം വർക്ക് ചെയ്യാൻ സാധിച്ചു, അവരുടെ കൂടെ അഭിനയിക്കാനും സാധിച്ചു. പിന്നെ മറ്റൊരു ഭാഗ്യം ദാസേട്ടൻ്റെ ശബ്ദത്തിൽ പാടാൻ എനിക്കൊരു അവസരം കിട്ടി. ലാൽദോസ് മറവത്തൂർ ഞാൻ ദാസേട്ടൻ്റെ ശബ്ദത്തിലൊക്കെ പാടാൻ കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ അപൂർവം ആൾക്കാർക്കല്ലേ സാധിക്കുന്നത്. എപ്പോഴാ ഈ വഴിപോക്ക് എന്നുള്ളൊരു പേര് വന്നു പെട്ടത്? വഴിപോക്ക് എന്നുള്ളത് ഞാൻ തന്നെ ട്രോൾ ചെയ്ത, അത് നാദർഷയുടെ കട്ടപ്പനയിൽ ഋതിക് റോഷൻ, അത് കുറെ ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ കഥ. എല്ലാ ജൂനിയർ ആർട്ടിസ്റ്റുകളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരിക്കുന്നതിന്റെ കൂട്ടത്തിലാണ് എന്നോട് വിഷ്ണു ഉണ്ണികൃഷ്ണൻ ആദർശ എഴുതിയ ഡയലോഗാണ്. വിഷ്ണു ഉണ്ണികൃഷ്ണൻ വന്ന് നായകൻ വന്ന് ഇതാണ് സ്ഥിരം ഗുണ്ടയും വഴിപോക്കിനൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് വഴിപോക്കിനായിട്ട് എനിക്ക് വഴിപോക്കിനുള്ള അവാർഡ് കിട്ടി. വഴിപോക്കിനാണ് ഞാൻ തന്നെ പറയാം. അത് പിന്നെ ട്രോൾ ചെയ്യുന്നത് അങ്ങനെ. ഇതിലൊരു ഡയലോഗില് സുരാജ് പറയുന്നുണ്ട് അപ്പൊ കൈന്നിട്ട് തന്നു പോകും. അത് ഇനി ഷാഫിന്റെ കോൺട്രിബ്യൂഷൻ ആണോന്ന് അറിയില്ല, ഡബിങ് സമയത്ത് കേട്ടോ. ഇപ്പം മോഹിനിയാട്ടത്തിന്റെ കഥ മാത്രമല്ലല്ലോ, ഇപ്പം നന്ദു പൊതുവാൾ എന്ന് പറയുമ്പോൾ താങ്കൾ ഈ ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വന്ന സമയം മുതലുള്ള കഥകൾ ആളുകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പം അബി എന്ന് പറയുന്ന നടന് താങ്കളുടെ ലൈഫിൽ വലിയൊരു പ്രാധാന്യമുള്ളതായിട്ട് കേട്ടു. തീർച്ചയായും, കാരണം ഞാൻ അബിയെ ഞാൻ കണ്ടുപിടുത്തുന്നത് ഞാൻ വർഷങ്ങളോളം ബോംബെയിലെ തൊഴിൽ ഞാൻ ഇവിടുത്തെ കോളേജ് വിദ്യാഭ്യാസമൊക്കെ പൂർത്തീകരിച്ചില്ല. എടുത്തുകൊണ്ടിരിക്കുന്നതിൽ തന്നെ ഞാൻ ഈ കലാപരിപാടികളൊക്കെ ആയിട്ട് നടക്കുന്നതിൻ്റെ പഠനത്തെയൊക്കെ ബാധിച്ചു. അച്ഛനൊക്കെ ഭയങ്കര ഫീസ്, അച്ഛൻ തന്നെ അല്ല ആരും ഇറക്കിയത് ബോംബെക്ക്. പിന്നെ ഒരു 16 വർഷക്കാലം ബോംബെയാണ്. ഒരു ദിവസം യാദൃശ്യമായിട്ടൊരു നാടകം കാണാൻ പോയി. മറ്റേ ദിനാനാഥ് മങ്കേഷ്കർ ഹാൾ വില്ല പാർല, ലതാ മങ്കേഷ്കറിൻ്റെ അച്ഛൻ്റെ പേരില്ല. നാടകത്തിന് മുമ്പ് നാടകം തുടങ്ങാൻ എന്തോ കാരണം കുറച്ച് ലേറ്റായപ്പോൾ മിമിക്രി നമുക്ക് കാണാൻ തോന്നും. അതിന് ആദ്യമായിട്ട് സ്റ്റേജിൽ കാണുകയാണ് അബി. അപ്പം ഞാൻ ആദ്യം ഇയാൾ നിൽക്കുന്നതിൻ്റെ കൂടി ഇന്ത്യക്കാരാണ്. കാരണം അതുപോലെ പറഞ്ഞെങ്കിൽ പൂജ മറ്റേ ജുബയും ഒക്കെ ചുറ്റുകയും ഷേവ് ഒക്കെ ഹിന്ദിയിലൊക്കെ ആയിരുന്നു. ഹിന്ദി മിമിക്രിയായിരിക്കുന്നത്. പക്ഷേ ഒത്തിരി മലയാളം വന്നപ്പോൾ ഞെട്ടിച്ചില്ല. അവിടുത്തെ സകല ഓഡിയൻസിലും ഞെട്ടിക്കണം. ജീവിതത്തിൽ ആദ്യമായിട്ടൊക്കെ മമ്മൂക്കെ മീറ്റ് ചെയ്യുന്ന ആദ്യമായിട്ട് കാണാം. ഞാൻ പോയി കഴിക്കും. എന്നിലെ ആ കലാകാരൻ അവിടെ ഉണർന്നു. ഞാൻ പരിചയപ്പെട്ട അബിയാണെങ്കിൽ അവിടെ ഹോസ്റ്റലിൽ താമസിച്ച് മടുത്തിരിക്കുക. അവരിങ്ങനെ എന്നോട് പറഞ്ഞ് എനിക്കൊന്നും ചാടിയാ കൊള്ളാന്ന്. നമ്മുടെ എന്തൊക്കെ വിളിക്ക് പോയി ഞാൻ ഒറ്റയ്ക്ക് പോയി. ഇങ്ങനെ ഞങ്ങൾ അവിടെ 2-2.5 വർഷക്കാലം സകല സമിതിയിലും നമ്മളെ ഓർക്കസ്ട്രയിൽ അല്ലാതെ മലയാളി സമാജങ്ങളിലും ഇല്ല. അരമണിക്കൂർ 15 മിനിറ്റ് കൊടുത്ത് ഞാൻ സ്കിറ്റുകൾ കോമഡി സ്കിറ്റുകൾ അബി ആർട്ടിസ്റ്റുകൾ ആർട്ടിസ്റ്റുകൾ ഇമിറ്റേറ്റ് ചെയ്യും. ഞാനും അവനും കൂടെ അത് അവിടെ ഭയങ്കര വമ്പാൻ ഹിറ്റായി. അപ്പൊ ഈ നല്ലൊരു ആളെന്നെ കയ്യിലിരിക്കുന്ന ഒരുപാട് പരിപാടി 2-2 വർഷം കഴിഞ്ഞപ്പോൾ അബി അവിടെ നിന്ന് കിട്ടും. ജോലി ഉണ്ടായിരുന്നു വിളിച്ചത്. അവൻ തിരിച്ചു പോകും. ഞാൻ അവിടെ തന്നെ കണ്ടിട്ടു ഓർക്കസ്ട്രയൊക്കെ. പിന്നെ കുറെ കാലം കഴിഞ്ഞപ്പോൾ അവിടെ ഈ ഓർക്കസ്ട്രയ്ക്ക് ചില സാധ്യത കുറവും എല്ലാം വന്നു. ഞാനും പതുക്കെ അവരുടെ കിട്ടും. ഇപ്പൊ ഒരുപാട് പേര് ഇപ്പം ഇൻഡസ്ട്രിയിൽ മെയിൻ ആയിട്ട് നിൽക്കുന്ന ഒരുപാട് പേര്, അതിൽ നമുക്ക് നഷ്ടപ്പെട്ട കുറച്ചധികം ആളുകളുണ്ട്. ഇപ്പൊ അബി അടക്കം, കലാഭവൻ നവാസ്, സൈനുദ്ദീൻ. എന്റെ പടത്തിലാണ് നവാസ് വരിക. മൃഗംബരം എന്റെ പടത്തിന്റെ ഷൂട്ട് കഴിഞ്ഞ് വീട്ടുപോലേക്ക് പോകുമ്പോഴാണ് അത് താങ്കൾ പറഞ്ഞ ഞാൻ ഓർക്കുന്നുണ്ട്. അദ്ദേഹത്തിന് മദ്യപാനം ഇല്ല, പുകവലി ഇല്ല, ഒരുതര ദുശ്ശീലങ്ങളും ഇല്ല. ഫുൾ ടൈം കല അങ്ങനെയുള്ള എല്ലാവരും ആസ്വാദകരുമാണ്. എല്ലാവരും രസിപ്പിക്കുന്ന ഒരാളാണ് സംസാരിക്കാനൊക്കെ. ഇത്തരം കൂട്ടുകാരുടെ വിയോഗങ്ങളുണ്ടല്ലോ. ഇപ്പം അതിൽ പ്രധാനപ്പെട്ടത് സൈനുദ്ദീനും അബിയും. റൊണാൾഡോ എന്ന് പറഞ്ഞ ഞങ്ങളുടെ കളിച്ചിരുന്നത് മോണി മാള നല്ലൊരു ആർട്ടിസ്റ്റ്. സന്തോഷ് കിരമിശ്ശേരി അങ്ങനെ ഒരുപാട് സാഗർ സിയാസ് അറിയാത്തവരില്ല. രജനികാന്ത് നമ്മുടെ കൂടെ കളിച്ചിട്ടാണ്. ഈ അബിക്കൊക്കെ സിനിമയിൽ വളരെ പെട്ടെന്നൊരു തുടക്ക സമയത്ത് കിട്ടിയെങ്കിലും അവസരം ആർട്ടിസ്റ്റ് ആവുന്നൊക്കെയാണ് നമ്മൾ വിചാരിച്ചത്. ഇപ്പൊ ഇതാണോ വേറെ അവൻ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഓരോന്ന് ചെയ്യാൻ ആഗ്രഹിച്ചിട്ടാണ് ഇങ്ങനെ ചാൻസ് പോയി. ചാൻസ് പോയതല്ല, അവൻ എനിക്ക് തോന്നുന്ന ശബ്ദം കൊടുത്തിട്ടില്ല സിനിമയ്ക്ക് വേണ്ടി എന്നുള്ളത്. അവന് ഡയറക്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കുറെ ചിന്തയില്ല. അങ്ങനത്തെ ആഗ്രഹങ്ങളുണ്ടായിരുന്നു. ഇഷ്ടമായിരുന്നു. കാരണം അവർ സ്വന്തമായിട്ട് സ്കിറ്റുകളൊക്കെ ഡയറക്ട് ചെയ്യാൻ സ്റ്റാറ്റ് ആക്ഷൻ ക്യാമറ പറഞ്ഞ അവൻ്റെ ഒരു പ്രത്യേക പ്രോഗ്രാം ഫിലിമാക്കിക് സ്റ്റൈലാണ്. അവൻ ചെയ്താ അവൻ എഴുതി അവൻ ഉണ്ടാക്കി അവൻ ഡയറക്റ്റ് ചെയ്ത് എഴുതാൻ വേറെ സുലിലോ ആരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവനാണ് അത്. അപ്പം അങ്ങനെയുള്ള കുറെ ചിന്തയുള്ളതുകൊണ്ട് അവൻ ചിലപ്പോൾ അഭിനയത്തിലേക്ക് ശ്രദ്ധ കൊടുത്തിട്ടുണ്ടാവില്ല. അത് പറഞ്ഞിട്ടില്ല. അവനെപ്പോഴും പറയും പാട് ചെയ്യണം, ഒരു പടം ചെയ്യണം എന്ന് പറയും.
അത്തരത്തിലൊരു ആഗ്രഹം നടക്കാതെയാണല്ലോ മകനിപ്പം ലീഡിങ് താരമായിട്ട് നിൽക്കുകയാണല്ലോ, നായക റോളുകളിലോ നിൽക്കുകയാണല്ലോ. അപ്പം അതിന്റെ ഒരു എനിക്ക് അങ്ങനെ ഒരു ഭാഗ്യം പറ്റി, അവന്റെ കൂടെ അഭിനയിക്കാൻ പറ്റി. പ്രിയൻ സാറിന്റെ കൊറോണ പേപ്പേഴ്സ് ഞാനൊരു പ്രശ്നങ്ങളോട് അതിനകത്ത് ഞാൻ അഭിനയിക്കുകയും ചെയ്യും. മകനായിട്ടും അച്ഛനായിട്ടും അതുപോലെ എനിക്കൊരു വലിയ ഭാഗ്യം കിട്ടിയ കാരണം ലാൽ സാറിന്റെ കൂടെ അഭിനയിച്ചു. ലാൽ സാറിന്റെ മകൻ പ്രണവിന്റെ കൂടെ അഭിനയിച്ചു. മകളുടെ തുടക്കത്തിൽ തുടക്കം വലിയൊരു വാർത്തയാണല്ലോ. അപ്പം 17-ാം തീയതി വരുന്നതെന്നാ പറയുന്നത്, ഓഗസ്റ്റ് 17. എങ്ങനെയുണ്ട് ഇപ്പം ലാൽ സാറിന്റെ ഒപ്പം ഉള്ള അഭിനയം, മകളുടെ ഒപ്പമുള്ള അഭിനയം? ജീവിതത്തില് ജഗദീശ് വലിയൊരു ഭാഗ്യമാണ് അദ്ദേഹത്തിനോട് അഭിനയിക്കുക, സംസാരിക്കാൻ പറ്റുക, അദ്ദേഹത്തിന് അടുക്കാൻ പറ്റുക, അദ്ദേഹത്തിന് എന്നെ സഹായിക്കാൻ പറ്റുക. പിന്നെ ഒരുപാട് പേര് സത്യം പറഞ്ഞാൽ ഇന്ത്യൻ 2 എന്നൊരു പടത്തിൽ ഞാൻ അഭിനയിക്കാനുണ്ടെങ്കിൽ ഞാൻ മടിച്ചു നിന്നെടുത്ത് എന്നെ പ്രോത്സാഹിപ്പിച്ചത് ലാൽ സാർ. കാരണം ഓളവും തീരവും പടം നടക്കുമ്പോഴാണ് സുഖം തരും. ഓളവും തീരവും ഞാൻ അത് പ്രശ്നം സാറിന്റെ തൊമ്മൻകുത്തിൽ ഷൂട്ട് നല്ല മഴ, ആ മഴ കൂടാതെ നമ്മുടെ മഴ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത്. കാടിനകത്ത് ഈ റേഞ്ച് എന്ന് പറഞ്ഞ സാധനമില്ല. ജനമാണെങ്കിൽ കിങ്ങിയിട്ട് അതൊരു ചെല്ല് അകത്ത് കയറാണ്ട് ജനം ചില ഈ ആളുകൾ കൂടുമ്പോൾ കാലഘട്ടത്തിൽ ഉള്ളതുകൊണ്ടായി ജനങ്ങളെ കൊണ്ടുള്ള ഒച്ചപ്പാടും പെടും. അപ്പോൾ ജനങ്ങൾ അകത്ത് കയറാതിരിക്കാൻ തോന്നും. അതിനിടയിൽ ഇങ്ങനെ ഫോൺ വന്നുകൊണ്ടിരിക്കും. ചെന്നൈയിൽ നിന്നാണ് ഞാൻ ശങ്കർ സാർ മാനേജർ ബസ് ബിരി നേരി വാങ്ങും. എന്താണ് ചെന്നൈയിൽ എന്നെ ശങ്കർ സാറിന്റെ മാനേജർ വിളിക്കേണ്ട ഒരു കാര്യമില്ല, എനിക്ക് ഒരു കണക്ഷനില്ല. അപ്പോൾ ഞാൻ എൻ്റെ അടുത്തുള്ളവരോട് ആരെങ്കിലും പണിയായിരുന്നു ചുമ്മാ കളിക്കുകയും ശരിയായിരിക്കുന്നവർ ഞാനത് ശ്രദ്ധ കൊടുത്തില്ല. പിന്നെയും ഫോൺ വന്നുകൊണ്ടിരുന്നു, അപ്പോഴും ഞാൻ ശ്രദ്ധ കൊടുത്തില്ല. അതിനകത്തേക്ക് ഈ കാരവൺ കയറ്റാൻ പറ്റില്ല, കാരവൺ സകലയാണ്. എനിക്ക് എപ്പോഴും ഓരോ ഷൂട്ട് ചോദിച്ചാൽ സാറിനൊന്നും കാരവണിൽ മനസ്സിലാക്കാം, കാരണം ഈ പബ്ലിക്കിൻ്റെ ഇടങ്ങളൊക്കെ ഉണ്ട്. അത് കാരണം ഇതിനകത്ത് തന്നെ കുറച്ച് AC ടെൻറ്റുകൾ ഞങ്ങൾ ശ്രമിക്കാം, ഇവർക്ക് കയറിയിരിക്കാൻ റെസ്റ്റ് ചെയ്യാൻ പറയാതിരിക്കാം. സാറ് നോക്കുമ്പോൾ ഞാൻ എപ്പോഴും പോകില്ല. സാറ് എന്താ ഏത് സമയം ഫോണിലാണോ എൻ്റെ കാര്യം. ഞാൻ സാറോട് സാർ ഇങ്ങനെയൊന്നും കാര്യം ഇങ്ങനെ മറ്റുരാസ് എന്നാണ് വിളിക്കുന്നത്, ശങ്കരൻ്റെ മാനേജർ എന്നും പറഞ്ഞുള്ള ആൾ വിശ്വസിക്കും. എനിക്ക് അങ്ങനെ വിളിക്കാൻ യാതൊരു ബന്ധവും ഇല്ല കളിപ്പിക്കുകയാണോ എന്നറിയില്ല. ഇങ്ങനെയാണോ സാർ അത്തിരി കുറച്ച് സാറെ എന്നെ വിളിച്ചിട്ട് ഒരു കാര്യം ചെയ്യും. അപ്പം ഞങ്ങൾക്ക് ഒരു ലേസൺ ഓഫീസർ ഉണ്ട് മദ്രാസ്, കാർത്തിക്. അത് പഠിച്ചിട്ട് 1 വർഷമായി, 2 വർഷം. അത് എൻ്റെ കൂടെ വർക്ക് ചെയ്താൽ നിങ്ങൾ കാർത്തിക്കിനെ വിളിച്ച് ഈ നമ്പർ കൊടുക്കും, മദ്രാസ് എന്ന് വിളിക്കുന്നു. അല്ലാതെ മദ്രാസിലല്ലേ കണക്ട് ചെയ്താൽ ഡീറ്റെയിൽ ആയിട്ട് ഓഫീസിൽ പോയി തപ്പില്ലേ, അത് ആലോചിച്ചുകൂടെ. ശരിയാ, അപ്പം സാറാണ് ഒരു ഐഡിയ, അല്ലെങ്കിൽ ഞാൻ ഇത് വിട്ടേനെ. സാർ ഇത് പറഞ്ഞുകൊണ്ടാണ് ഞാൻ കാർത്തികന, അല്ലെങ്കിൽ ഞാൻ അത് ഉപേക്ഷിച്ചാ കളിയാക്കലും. ലാൽ സാർ പറഞ്ഞാണോ പറയുന്നത്? ലാൽ സാറാണ് എന്നെ പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ കാർത്തികിനെ വിളിക്കും, കാർത്തികിനെ വിളിച്ചിട്ട് അന്വേഷിക്കാൻ പറഞ്ഞു. അപ്പൊ അറിഞ്ഞൂടെ ഇവിടെ ടെൻഷൻ അടിക്കില്ല. ഏത് പടത്തിന്റെ ലൊക്കേഷൻ ആയിരുന്നു അത്? അത് ഓളം തീരും. അപ്പൊ ഞാനിങ്ങനെ ഓളം തീരും 2ാമത് ക്രിയേറ്റ് ചെയ്തില്ല സാർ. അതെ, സാറിങ്ങനെ പറഞ്ഞപ്പോഴാണ് ശരിയാണല്ലോ, കാർത്തിക് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഞാനത് വിട്ടേനെ. ഇയാൾ വിളി നിർത്തിയാണ്, കാരണം ഇയാൾ വിളിക്കുന്ന ചില്ലറ വിളിയല്ല വിളിക്കുന്നത്. ഇയാൾ കാർത്തികിനെ ഞാൻ വിളിച്ചപ്പോൾ കാർത്തിക് പറഞ്ഞു നീ നമ്പർ ഞാൻ കേൾക്കാൻ. ആ വീട്ടിൽ അവിടെ ചോദിച്ചു പിരിച്ചല്ലേ വിളിച്ചപ്പോൾ എന്തോ ശരിയാണ്, ശങ്കറിന്റെ മാനേജറാണ് വിളിച്ചത്, അവരത് ഡ്രോപ്പ് ചെയ്യാൻ പോകണം, കാരണം നിങ്ങളെ വിളിച്ചു മടുത്തു, കാരണം എനിക്ക് റേഞ്ച് ഇല്ല, ഇങ്ങനെ കിട്ടുന്നു, അതെ ഇത് കട്ടായി പോകും. അതാണ് സാറ് നോക്കുമ്പോൾ എപ്പോഴും ഞാൻ ഈ ഫോണിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അവരും മടുത്തു, ഞാൻ റിപ്ലൈയും കൊടുക്കുന്നില്ല. ഞാൻ ഇത് കളിയാക്കുകയെന്ന് വിചാരിച്ചിട്ട് ഇത് പറഞ്ഞ പിന്നെ ഞാൻ കാർത്തിക് അവരോട് പറയാം, ഞാൻ രാത്രി പാക്കപ്പ് ആയിട്ട് പോകുന്ന ചെറുപ്പ് വിളിച്ചോളാം. അങ്ങനെ അവർ വിളിച്ചപ്പോൾ അവർ എന്നോട് സാർ എന്നാ ഇന്ന മാതിരി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കറിയില്ലായിരുന്നു, ഇവിടെ ഒരു ചീറ്റ് ചെയ്യാറില്ല, എല്ലാ കൂട്ടത്തിലാണ് പറ്റി. പെട്ടെന്ന് പറയാൻ പറ്റില്ല, പാക്കപ്പ് ആയ ഉടനെ കയറി വരാം, അത് ഡേറ്റ് പറഞ്ഞു, ഈ ടിക്കറ്റ് വെച്ചു. ആദ്യം തന്നെ കഥാപാത്രത്തിലേക്ക് തന്നെയായിരുന്നു വിളിക്കുന്നത്. അത് ഒന്നും പറഞ്ഞില്ല, കയറി വരാൻ പറഞ്ഞു. ശങ്കർ സാറിന് കാണാനാ. ഞാൻ ഇതാണോ ശങ്കർ സാറൊക്കെ എന്നെ കാണണമെന്ന് പറയണമെങ്കിൽ അല്ലേ, നമ്മൾ ഇവിടെ തന്നെ ആരും അറിയാത്ത ഒരാൾ. ഞാൻ എങ്ങനെ എന്തോ ആലോചിച്ചു വിട്ടു. ടിക്കറ്റ് കൊണ്ട് ഞാൻ കയറി ചെന്നപ്പോഴാണ് എന്നോട് പറഞ്ഞ് കരിമീശു പഠിക്കുകയും എന്താ വേമിച്ചെന്ന് അറിയാറുണ്ട്. അത് കുറേ പേരെ അവർ ടെസ്റ്റ് ചെയ്തു. അവസാനം എനിക്ക് കുറച്ച് ഡയലോഗ് തന്നതിനകത്ത് ട്രെയിനിങ് ഒക്കെ നടത്തി ഒരു റിഹേഴ്സൽ പോലെയൊക്കെ നോക്കി. അത് കമലഹാസന്റെ കൂടെ 10-25 ദിവസം വർക്ക് ചെയ്യാനുള്ള അടുത്ത് പരിചയപ്പെടാനും അദ്ദേഹത്തിന് ഇത്ര മനസ്സിലാക്കാനൊക്കെ കുറേ കാര്യങ്ങൾ സിനിമയെ കുറിച്ച് സംസാരിക്കാനൊക്കെ പുള്ളി ബെസ്റ്റായിട്ട് പാട്ടും പാടും. അതൊരു വലിയ അവസരം തന്നെയാണല്ലോ. ഒരുപക്ഷെ അത്രയും കോളുകൾ വന്നത് പകരം വേറെ ആളെ കിട്ടാത്തത് കൊണ്ടായിരിക്കും. ഒരുപാട് പേരെ നോക്കി. അപ്പൊ എന്റെ ഒരു ഫോട്ടോ അവർക്ക് കിട്ടി, ഒരു താടി വെച്ച ഫോട്ടോ. വേണിച്ചേട്ടന്റെ ഏകദേശം ഫാദർ ഒക്കെ അവർക്ക് തോന്നിയിട്ട് ഇത് ആരാന്ന് അന്വേഷിക്കാനായിട്ട്
ബാബു സദ്, അതായത് സൗബിന്റെ അച്ഛൻ, അദ്ദേഹം ഫാസി സാറിന്റെ ഒക്കെ പ്രശ്നം നടന്നതാണ്. അത് എന്റെ വളരെ അടുത്ത ഫീൽഡാണ്. ഇക്കൊക്കെ അയച്ചു. അപ്പൊ അയ്യോ എനിക്കറിയാവുന്ന ആളാണ്, നമ്പർ ഞാൻ തരാലോ. പുള്ളി പിന്നെ ആശീർവാദിലെ മനോഹരനെയും വിളിച്ച് ചോദിച്ചാൽ ഇവരാണ് എന്റെ നമ്പർ കൊടുത്തത്. അപ്പൊ എന്നോട് ബാബുക്കെ കണ്ടപ്പോൾ അവരിങ്ങനെ വിളിക്കിട്ട് ഞാൻ നമ്പർ കൊടുത്തത്. കാരണം പുള്ളിയുടെ കൂടെ വർക്ക് ചെയ്ത ഒരു മാനേജർ ശങ്കറിന്റെ മാനേജറാണ്. അങ്ങനെയാണ് ബാബു സദറിന്റെ കണക്ഷൻ. ഇവിടെ ഭയങ്കര ന്യൂസായി, ഇന്ത്യയും ഏഷ്യാനെറ്റും പിന്നെ അത് വലിയ ഇഷ്യൂ ആയി. അവിടെ എന്തെങ്കിലും പുറത്ത് ഞാനായിട്ട് പറഞ്ഞിട്ടില്ല, അത് മദ്രാസിൽ നിന്ന് തന്നെ ലീക്കായതാ. ഞാനായിട്ട് ഒന്നും കൊടുത്തു. ലീക്കായതോടെ ഇവിടെ ഭയങ്കര എഴുത്തുമായി റൂമിൽ എഴുതുന്നു. നെടുകുടി വിളിക്കും പകരം നന്ദു പൊറുവാണെന്ന് ഭയങ്കര വാർത്തയായി. അത് അവരറിഞ്ഞ് അയാൾ ഭയങ്കര ടെൻഷനോടുകൂടി തന്നെ നിൽക്കുകയൊക്കെ ചെയ്തു. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, ഞാൻ ആരോട് പറഞ്ഞിട്ടില്ല, ഇവിടെ പറയരുതെന്ന് പറഞ്ഞു വിട്ടിട്ടു. അത് പറഞ്ഞിട്ട് കാര്യമില്ല, കാര്യം എന്നെ അറിയാൻ പോകുന്നില്ല. പക്ഷെ ഇവിടെ പലർക്കും തിരിച്ചറിഞ്ഞു ഞാനാണ് ചെയ്തതെന്നൊക്കെ ചില സോഷ്യലിൽ അറിയാന്നൊക്കെ പറയുന്നു. ഞാൻ കണ്ടില്ല. ഇപ്പം വിസ്മയുടെ ഒപ്പമുള്ള ഒരുമിച്ചുള്ള അഭിനയം ലാലേട്ടന്റെ മകൾ എന്നുള്ളൊരു സ്ഥാനത്ത് നിന്നാണല്ലോ നമ്മൾ അവരെ കാണുന്നത്. അവര് ഭയങ്കര ഇപ്പോഴത്തെ പലരും അവര് കണ്ടു പാടിക്കുന്ന പെരുമാറ്റം ഡീസന്റ് പെരുമാറ്റം കുട്ടികൾ. അതുപോലെ ആ കുട്ടി ഭയങ്കര ശ്രദ്ധിക്കപ്പെടുന്ന ആർട്ടിസ്റ്റാണ്. സാറിന്റെ എല്ലാവിധ അതിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആണ്. പക്ഷെ ഇതുവരെ അഭിനയത്തിലേക്ക് വിസ്മയ വരുന്നതിനെ പറ്റി ഇത്രയും നാളുകൾക്ക് ശേഷമാണല്ലോ വിസ്മയ അഭിനയത്തിലേക്ക് വരുന്നത്, അതും ലീഡ് റോള് ചെയ്താണ് വരുന്നത്. അപ്പം നമുക്ക് അഭിനയിച്ചപ്പോൾ മനസ്സിലായി, പ്രസന്റേഷൻ കണ്ടപ്പോൾ എന്റെ കൂടെ കോമ്പിനേഷൻ ഉണ്ട്. ആന്റണി ചേട്ടന്റെ പോകുന്നുണ്ട്. ആന്റണി ചേട്ടന്റെ പോകുന്നു അയാൾ മിക്കവാറും തമിഴ് അതിനകത്ത് ആ ഹൈറ്റും ലൈറ്റും ഒക്കെ അല്ല സ്പേസ് എക്സ്പ്രഷൻ ഒക്കെ വരിക. തമിഴ് ഇൻഡസ്ട്രി മിക്കവാറും ഈ പറ ഇറ്റലിയായിരുന്നു. വേറെ അത്രയും ഒരു ബുക്ക് വരില്ല കുട്ടിക്ക്. മലയാളത്തിനും ട്രൈ ചെയ്യാട്ടോ. ഈ കുട്ടി പെരുമാറ്റം വിനയത്വമാണ് സംസാരിക്കുന്നത്. നമ്മളൊക്കെ ഒരു പരിചയമില്ലാത്തല്ലോ. സാറിന്റെ കൂടെ അറിയാം, അച്ഛൻ്റെ വർക്ക് ചെയ്യുന്ന. പ്രണവും വിസ്മയും തമ്മിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാ അവരുടെ പ്രണവിന്റെ ക്യാരക്ടർ മൊത്തം നമ്മൾ സാധാ പ്രണവിനെ ആദ്യമായിട്ട് ലൈഫ് ഓഫ് ലോസ്റ്റ് ജാൻ സാറിന്റെ മകനാന്നുള്ള ഒരു ഇതല്ല. പുള്ളി വരുന്നു, പുള്ളിക്കാരോടെ അല്ലെങ്കിൽ ആരുടെ പുള്ളിയാണെന്ന് നോക്കില്ല, ഇതായിട്ട് തിരിച്ച് നമ്മൾ കഴിക്കുക. ഇത് ആക്സെന്റ് ഡ്യൂറ്റി നോക്കി സാറിന് ആ ഗ്രൂപ്പിലൊക്കെ ഇരുന്ന് ഒരു ഇമ്പോർട്ടൻസോ അങ്ങനെ ഒന്നും പുള്ളിക്ക് താല്പര്യം. നേരത് കുറെ ഇത്രയും ചെയ്തിട്ടുണ്ട് പറഞ്ഞില്ല. ആ ഒരു അഹങ്കാരം ധ്യാനം രണ്ടും കൂടെ നോക്കില്ല. മോളൊക്കെ അല്ലേ പറയുമ്പോൾ ഹിന്ദു അവർക്ക് എങ്ങനെ വേണം ജീവിക്കാം അല്ലേ, ഹിന്ദു വേണമെങ്കിൽ പറയാം. അത് സാധാരണക്കാരിയെ പോലെ നമുക്കൊക്കെ ഭക്ഷണം രാത്രി ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് തന്നെ വിളമ്പിക്ക് ലാലേട്ടനി പറയുന്ന പോലെ ആളുകളുടെ പെരുമാറ്റത്തില് അടി തൊട്ട് 3 പേര് ഒറ്റ പെരുമാറ്റം. പ്രസംബോയോടാണെങ്കിലും വലിയ സാറെല്ലാവരോടും വളരെ ഡീസൻ്റായിട്ട് ഡീൽ ചെയ്ത് ആർക്കും അങ്ങനെ ഒരു അയ്യോ അതൊക്കെ കൂടുതൽ അടുക്കാൻ കിട്ടി നമ്മളെ പോലെ ഒരു ഭാഗ്യം. ഇതിൽ നിന്ന് നേരെ വിപരീതമായിട്ടാണ് മമ്മൂക്കയെ പറ്റി പറയാറില്ല. ഞാൻ മമ്മൂക്കിന് വളരെ കുറച്ച് കുറേ വെക്കല് നമുക്ക് വളരെ ഡീസൻ്റ് ചെയ്ത് പറഞ്ഞു. അതുകൊണ്ടൊന്ന് ചില മൂഡ് ഔട്ടൊക്കെ ആയത് പറയും എനിക്കറിയില്ല. ഞാൻ നമുക്ക് എൻ്റെ അടുത്തൊക്കെ വളരെ ഡീസൻ്റ് ആയിട്ട് അവർ ആദ്യ പടത്തിൽ തൊട്ടേ അടിയ പറ ഒത്തൂർ കറി അത് ശാസ്ത്രത്തെ കാണാറുണ്ട്. മമ്മൂക്ക് ഇതെല്ലാം ശ്രദ്ധിക്കാറുണ്ടെന്ന് പറയണേ, എല്ലാം ശ്രദ്ധിക്കും. ഇപ്പൊ ചെറിയ ചെറിയ ആർട്ടിസ്റ്റുകൾ വരെ പേരെടുത്ത് അഭിനന്ദിക്കാനൊക്കെ മറക്കാത്ത ഒരാളാണ്. ഈ ദേമാവേലി കൊമ്പത്തൊക്കെ ഇറങ്ങിയ സമയത്ത് എല്ലാ കൂടിയും കാണുന്നതാണ് നമുക്ക് കാണുന്നതാണ് നാശമായത്. നമുക്ക് കാണാൻ കാരണം നമുക്ക് എന്നോട് ചില കാര്യത്തിൽ ഒന്നും ചോദിക്കുമ്പോൾ ചിലതായിട്ട് പറയാം കഥാപാത്രമല്ലേ ചെയ്തൊന്നും ചോദിക്കാറൊക്കെ ചെയ്യാൻ എന്തൊരു കാര്യങ്ങളാണ് പറയും. പുള്ളിക്കറിയാം നമ്മൾ ചെയ്യുന്നതാണ്. മറ്റേ പേര് ആളുകൾ പറഞ്ഞുണ്ടാക്കുന്നവർ നോക്കട്ടെ. യുവാക്കൾ ഭയങ്കര ജാതിയാണ്. ഒരാളും ജാതിയൊന്നുമില്ല. അവരവരുടേതായ അവസരങ്ങൾക്കും അവരുടേതായ കാര്യങ്ങളിൽ അവർ മുഴുകുമ്പോൾ മറ്റുള്ളവരത് ജാരയായിട്ട് വരും. അല്ലാതെ ഈ പുള്ളിക്ക് പറയുന്ന പോലെ ഇപ്പോഴും ജാര എന്തൊരു അങ്ങനെ ജാരയൊന്നുമില്ല. ഓരോ കാര്യങ്ങൾക്ക് നീങ്ങില്ല. അവരുടെ തൊഴിലിൽ ഓരോ പ്രശ്നങ്ങളുണ്ടാവും. അപ്പം അതനുസരിച്ചിട്ട് അവർ ശ്രദ്ധിക്കും. ചിലവർക്ക് എപ്പോഴും ഇടപെടാൻ പറ്റുന്നവരായിരിക്കില്ല, ചിലവർ ചൂണ്ടായിട്ട് പോകുന്നവരാണ്. അങ്ങനെ നമ്മൾ കാണും. ഇപ്പം പുതുമുഖങ്ങളായിട്ടുള്ള ആളുകളെ പറ്റിയിട്ടൊക്കെ ഇപ്പൊ ചേട്ടൻ പറഞ്ഞു പുതിയ പിള്ളേർ ഭയങ്കര രസമായിട്ടാണ് സംസാരിക്കുന്നത്, ഇടപഴകുന്നതെന്നൊക്കെ. പക്ഷെ ഒരു സമയത്ത് ശ്രീനാഥ് ബാസിക്കെതിരെ ഷെയ്ൻ നിഗത്തിനെതിരെ പോലും ഭയങ്കരമായ വിമർശനങ്ങൾ വന്നിരുന്നല്ലോ. ചിലവർ പറയുന്നു അവര് നമ്മളെ ഞാനായിട്ട് വർക്ക് ചെയ്തത് ശ്രീനാഥ് ഞാനായിട്ട് വർക്ക് ചെയ്തിട്ടില്ല. ഷെയ്ൻ നിഗത്തിന്റെ ശരിക്കും ഇപ്പൊ ഒരു രണ്ടാമതൊരു ഇപ്പോഴാണ് അദ്ദേഹത്തിന് ഒരു ഇത് കിട്ടി തുടങ്ങുന്നത്, തിരിച്ച് വീണ്ടും ഇൻഡസ്ട്രിയിൽ ഒരു അക്സെപ്റ്റൻസ് കിട്ടി തുടങ്ങുന്നത്. അപ്പം ആ ഒരു കരിയർ സ്റ്റേജ് ഉണ്ടല്ലോ, ആ ഒരു അദ്ദേഹത്തിന്റെ ഒരു വീഴ്ച പറ്റിയ സമയം ഉണ്ടല്ലോ, അതൊക്കെ നിങ്ങൾ അഭിയുടെ സുഹൃത്ത് എന്നുള്ള രീതിയിൽ എങ്ങനെയാണ് അതിന്റെ ഒരു
നമ്മളങ്ങനെ ഒരു കാര്യങ്ങളിലൊന്നും ഇടപെടാറില്ല. കാരണം അങ്ങനെയൊക്കെ നമ്മൾ ഈ ഗോസിപ്പുകൾ കേട്ടിട്ട് കാരണം ഞാൻ നേരിട്ട് കാണുമ്പോൾ ഇതൊന്നും കാണുന്നില്ല. ഞാൻ ഇപ്പോൾ അവരുടെ വീട്ടിൽ പോയിട്ടുള്ളതാണ്, ഉമ്മയായിട്ട് സംസാരിക്കുന്നതാണ്. പക്ഷെ ആ സമയത്ത് അങ്ങനെ ഒരു പെരുമാറ്റം നമുക്ക് കിട്ടിയിട്ടില്ല. എല്ലാവരും പറഞ്ഞെടുത്തിട്ട് നമ്മളാക്കി കാര്യം, കാരണം അത് ദോഷം ചെയ്യും. നമ്മളത് എൻ്റെ അടുത്ത് ഇപ്പോൾ കൊറോണ പേപ്പേഴ്സൊക്കെ വർക്ക് ചെയ്യുമ്പോൾ എന്ത് ടീച്ചർ കറക്റ്റ് ഒരു സമയത്തിന് വരില്ല എന്നൊക്കെ നമ്മളൊക്കെ കറക്റ്റ് സമയത്തിന് തന്നെ വരാം. 9 മണി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും വൈകാൻ ചേട്ടാ ഞാൻ ഒരു 15 മിനിറ്റ് ലേറ്റ് ആകും. നമ്മൾ സാറിനോട് സാറ് കുഴപ്പമില്ല വേറെ സംഭവം കഴിയും. പ്രൊഡക്ഷൻ കൺട്രോൾ ആണല്ലോ, അപ്പൊ ഓൾമോസ്റ്റ് എല്ലാ സിനിമ സെറ്റിലും ഉള്ള താരങ്ങളുടെ സമയം അവരുടെ കൃത്യനിഷ്ഠയായിട്ട് അറിയായിരിക്കുമല്ലോ. മലയാള ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൃത്യത പാലിക്കുന്ന താരം ഏതായിരിക്കും? അങ്ങനെ എല്ലാവരും അവരുടേതായ സമയം പാലിക്കുന്നത്. നമ്മളിപ്പോൾ വർക്ക് ചെയ്യുമ്പോൾ ലാലേട്ട് കറക്റ്റാണ്, ബാക്കിയുള്ളവരെല്ലാം പറഞ്ഞ കറക്റ്റാണ്. അത് ഇത്തിരി അടുത്തൊക്കെ സമയം പറഞ്ഞ സമയത്തിൽ വരും. നമ്മൾ 8 മണിക്ക് വേണം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തോട് 7 മണിക്ക് വിളിച്ച് പറഞ്ഞ നേരത്തെ വരണം. തലേദിവസം നമ്മൾ സമയം പറഞ്ഞാൽ കറക്റ്റ് സമയത്തിൽ വരും. ഒരു ടെൻഷൻ നമുക്ക് തന്നിട്ടില്ല. ഞാൻ പറഞ്ഞത് ഒരു പടത്തിലും ഈ പറയുന്ന ഓരോ ആർട്ടിസ്റ്റ് ടെൻഷൻ തന്നില്ല. ഞാനെയാണ് ഇത് സാധിച്ചത്. കൂടുതലും നമുക്ക് ലാൽ സാറായിട്ട് അവർ ഞാൻ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തിരിക്കുന്നത് സുരേഷ് ഗോപി, ലാലേട്ടൻ, ദിലീപ്, ഇവരാണെന്നും എനിക്ക് പ്രശ്നമായിട്ടില്ല. നമുക്കൂടെ ഞാൻ 2 പടം അഭിനയിക്കുക ചെയ്തു. ഒരു പടമാണ് വർക്ക് ചെയ്തിരിക്കുന്നത് പറയുന്നത് ശരിക്കും നസ്രാൻ എന്നാ 2020. ബാക്കി 2-3 പടത്തിൽ ഞാൻ സ്ഥൂരം അഭിനയിക്കുക ചെയ്തു. അഭിനയിക്കുന്ന സമയത്ത് അവരൊക്കെ നമ്മൾ നല്ല പെരുമാറ്റം തന്നെ. ഇപ്പൊ ഈ 2020 വന്ന സമയത്ത് പറഞ്ഞ എല്ലാ താരങ്ങളും ഒരുമിച്ച് വരുന്ന കൺട്രോളർ രജപുത്ര ഞാൻ എക്സിക്യൂട്ടീവ്. രഞ്ജിച്ചേട്ടൻ ഉള്ളതുകൊണ്ട് ആർട്ടിസ്റ്റിന്റെ ആ കാര്യങ്ങൾ ഡേറ്റ് കാര്യങ്ങളൊക്കെ രഞ്ജിച്ചേട്ടൻ നോക്കി അതെല്ലാം പുള്ളി നോക്കിയിട്ട് നമുക്ക് തരും, ബാക്കി ചെയ്യണം. എത്രത്തോളം പടങ്ങളിൽ പ്രൊഡക്ഷൻ കൺട്രോളർ ആയിട്ട് വന്നിട്ടുണ്ടാവും? ഞാനിപ്പൊരു 20-25 ചെയ്തിട്ടുണ്ടോ എക്സിക്യൂട്ടീവായിട്ട് അധികം ചെയ്യാം, മാനേജറായിട്ട് അധികം ചെയ്യാം. ഏറ്റവും കൂടുതൽ ടെൻഷൻ ഉണ്ടായിരുന്ന ഒരു പടം ഇപ്പൊ ഓർമ്മയിൽ വരുവാണെങ്കിൽ അന്ന് ഞാൻ പെട്ടുപോയി എന്ന് തോന്നിയ ഒരു അവസ്ഥ? പെട്ടുപോയിട്ടില്ല, ടെൻഷൻ ടെൻഷനായിരുന്നു. ക്രൈം ഫയൽ ടെൻഷനായിരുന്നു. ഒരുപാട് സമയം എടുത്ത് പടക്കായുണ്ട്. ഇപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒറ്റക്കൊമ്പ് 1.5 വർഷമൊക്കെ പടം നടക്കുന്നു. സുരേഷ് ഗോപി മിനിസ്റ്റർ ആയതിനു ശേഷം അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനിനി മിനിസ്റ്റർ എന്റെ ലൊക്കേഷനിൽ ഒരു മിനിസ്റ്ററിന് വേണ്ടിയിട്ടുള്ള ഒരു ഓഫീസും കൂടി തുറന്നു വെക്കുന്നുള്ളത്. അതൊക്കെ എത്രത്തോളം പ്രാക്ടിക്കലാണ്? തുടങ്ങിയ സമയത്ത് ചെറിയ ഫ്രണ്ട് പുള്ളിയുടെ സെക്രട്ടറി ഉണ്ടാകും, അപ്പൊ ഓഫീഷ്യൽക്കായിട്ട് ഇങ്ങനെ ഒരു പവരാൻ ചെയ്യുക. കുറെ കഴിഞ്ഞപ്പോൾ പുള്ളി അതൊന്നും വരുത്താറില്ല. ഈവൻ പൈലറ്റ് വണ്ടി പോലും പുള്ളി വേണ്ടാന്ന് പറയും. ഞങ്ങളാ എല്ലാവരും എന്നെ അറിയുമ്പോൾ എന്തിനാ അവരോട് ആവശ്യമുണ്ടെങ്കിൽ പറയാം. ലോങ് പോവുകയാണെങ്കിൽ മാത്രം വിളിക്കും. ഹോട്ടലിൽ നിന്ന് ഒക്കേഷനിലേക്ക് ഒരു പൈലറ്റ് വേണ്ടാകും, ഇത് വേണ്ടാന്ന് പറയും. അദ്ദേഹത്തിന്റെ ആ ഒരു പദവി ഈ സിനിമ ആക്ടർ എന്നുള്ള നിലയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ടോ? നമുക്കോ ഭയങ്കരമായിട്ട് സഹകരിക്കുന്നുണ്ട്. ഇത് പുള്ളി തന്നെ പുള്ളി ഇത് ഞാൻ സമ്മതിച്ച കാര്യത്തിൽ പുള്ളി ഇത് അഭിനയിക്കണം. ആ സമയത്ത് ഉച്ചയ്ക്ക് തൃശ്ശൂരേക്ക് ഉദ്ഘാടനമുള്ള അറിയത് രാത്രി കാലക്കാട് പോകണം, വെളുപ്പിന് വീണ്ടും വന്ന് അഭിനയിക്കണം. ആകെ ഒരു പാല പള്ളി ചെയ്യുമ്പോൾ നൈറ്റാണ് ഷൂട്ട്, ഫുൾ നൈറ്റാണ്. അതിൽ മുഴുവൻ ഇതുപോലെ ഓരോ പരിപാടി ചെയ്തിട്ട് കവല മീറ്റിങ് മഴനാട്യം അത്തേക്ക് കഴിഞ്ഞിട്ട് തൃശ്ശൂരിൽ നിന്ന് നേരെ ഞാൻ പോകുമ്പോൾ പറയും, ഞാൻ രാത്രി 10:30 മണി തൃശ്ശൂരിൽ നിന്നായിരിക്കും പറയുക. ഇത് മനുഷ്യനല്ലോ, ഇന്നത്തെ നമ്മുടെ സഹകരിച്ചു. ഇപ്പൊ ലേലത്തിനാണല്ലോ താങ്കൾ തുടങ്ങുന്നത്, അന്നോട്ടേ കാണുന്നതാണല്ലോ സുരേഷ് ഗോപി. അപ്പം അന്ന് നമുക്ക് സുരേഷ് ഗോപി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ലാത്തൊരു സ്റ്റാർ മെറ്റീരിയൽ ആയിട്ട് നിന്ന സമയത്ത് അതിനുശേഷം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് ശേഷം ഒരുപാട് ട്രോളുകൾ അദ്ദേഹത്തിനെ പിന്തുടരുന്നുണ്ട്. ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയിലുള്ള എതിർപ്പുകൾ അദ്ദേഹത്തോട് ആളുകൾ പ്രകടിപ്പിക്കുന്നുണ്ട്. അതിനുശേഷമുള്ള ഒറ്റക്കൊമ്പൻ വരുമ്പം അദ്ദേഹത്തെ എങ്ങനെയായിരിക്കും ഇൻഡസ്ട്രി കാണുന്നത്, എങ്ങനെയാ തോന്നുന്നത്? ഒറ്റക്കൊമ്പൻ സിനിമ ആർട്ടിസ്റ്റ് തന്നെ, സ്റ്റാർ തന്നെ. ആ പടം ഇറങ്ങിയ പുള്ളി സ്റ്റാർ തന്നെ, ഗംഭീരതായിരിക്കും. നമ്മൾ ഡബിങ് സമയത്ത് കാണുന്നുണ്ട്, അതിഗംഭീര പെർഫോമൻസാണ്. തിരിച്ചു വന്നിരിക്കാനുള്ളത്. പക്ഷെ രാഷ്ട്രീയവും ഇതുമായിട്ട് പുള്ളി കൂട്ടിക്കൊടുത്തിട്ടില്ല. വ്യക്തികളായിട്ട് ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. നമുക്ക് അവിടെ ചിലപ്പോൾ പുള്ളി സംസാരിച്ച് നമുക്ക് ഓണി സംസാരിക്കാൻ നമ്മളതിൽ പോയി ഇടപെടുന്ന കാര്യങ്ങൾ ചെയ്യും. പുള്ളിയായിട്ട് പറയും ചില കാര്യങ്ങൾ, അതാ ഓരോരുത്തർ പറയുന്നത്. പക്ഷെ ഒരു ലൊക്കേഷനിലും ഒരാൾ വന്നിട്ട് പുള്ളിക്ക് ഇൻസെൻ്റ് ആയിട്ട് ഇടിച്ച് വരികയും പുള്ളി അത് ഒരു കറുത്ത സംസാരം അങ്ങനെയൊന്നും ഒരു എത്രയോ പബ്ലിക് ഒന്ന് ഷൂട്ടിങ് കാണാൻ വേണ്ടി എപ്പോഴും നിവേദനങ്ങളായിട്ടാണ് വരാനവിടെ. അത് ഒരു ഭയങ്കര. പക്ഷെ ഒരു നിവേദനം വാങ്ങാൻ ഒരു മടി കാണിച്ചു എന്നുള്ള വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ. അപ്പം ലൊക്കേഷനിൽ വെച്ചിട്ട് അദ്ദേഹം എങ്ങനെയാ നിവേദനം വന്നു കഴിഞ്ഞാൽ അവര് പുള്ളി കാരോണ്ടിരിക്കുമ്പോൾ ഇത് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയുടെ അസിസ്റ്റൻസ് ഉണ്ടാവും. ഞാനിത് ഈ ഷോട്ട് കഴിഞ്ഞിട്ട് ഞാൻ വിളിച്ചോളാം, അല്ല ഒരാളെ തിരിച്ചയച്ചിട്ടുണ്ട്. പിന്നെ ഈ ചില്ലിവാരി തേക്കണം എന്ന് വിചാരിച്ച് ഉദ്ദേശിക്കുന്നവർക്ക് ഇതൊന്നും പറയാനോ.
ഇപ്പോ മോഹിനിയാട്ടത്തിന്റെ OTT റിലീസിന് ശേഷം സിനിമ പറയുന്ന ആ ഒരു വിഷയം ഉണ്ടല്ലോ, അമ്പലങ്ങൾക്കെതിരെ ഫേക്ക് ആയിട്ട് നടത്തുന്ന അത് സ്ഥാപനങ്ങൾക്കെതിരെ. പടത്തിൽ തന്നെ പറയുന്നുണ്ട്. സുരാജ് ഇത് ഡീറ്റെയിൽ ആയിട്ട് വിവരിക്കുന്നില്ലേ, ഇങ്ങനെയാണ് അമ്പലം ഉണ്ടായിരുന്നത്, എന്താണ് മൂലമാണ്, അതിതാണ് അങ്ങനെയാണ് അത് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് സുരാജ് തന്നെ പറയുന്നത്. അപ്പൊ അതുകാരുടെ പടം ഇറങ്ങിയിട്ട് ഒരു പ്രശ്നം ഉണ്ടായില്ല. ഇപ്പൊ കുറച്ച് ഇപ്പോഴാണ് പറയുന്നുണ്ട്, അതായത് ഇത് വിമർശിച്ചത് ശരിയായില്ല എന്ന്. സംഘപരിവാർ പേജുകളിൽ അതിന്റെ ട്രോളുകൾ വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പൊ താങ്കൾക്ക് എന്താ തോന്നിയത് അതില്? അതിനകത്ത് അങ്ങനെ വിമർശനം ഉണ്ടായിട്ടില്ല. ഒരു ക്ഷേത്രത്തെക്കുറിച്ചോ അവിടുത്തെ പ്രതിഷ്ഠയെക്കുറിച്ചോ ഒരു പറയാം. ഇങ്ങനൊരു പ്രതിഷ്ഠ ഇന്നാൾ ഉണ്ടാക്കിയിരുന്നു, അത് ഇന്ന കാര്യത്തിന് വേണ്ടിയാണ് സിനിമയിൽ നമ്മൾ ആൾറെഡി പ്രസ്താവിച്ചു വരും. അത് ജനം ഏറ്റെടുക്കുകയും ചെയ്യും. അല്ലെങ്കിൽ ഈ പടം ഇറങ്ങിയപ്പോൾ ഒരു ഇഷ്യൂ ഉണ്ടാക്കി, തിയേറ്ററുകളിൽ ഇത്രയും കളിച്ചു. അത് കുറെ കഴിയുമ്പോൾ അതൊക്കെ എന്തെങ്കിലുമൊക്കെ വേണ്ടേ, അതെ അതിനൊരു ഇഷ്യൂ കുഴപ്പമില്ല. അപ്പൊ നിങ്ങളിത് കഥ കേൾക്കുന്ന സമയത്ത് ഈ കഥ മൊത്തമായിട്ടും ആദ്യം വന്ന് പറയുന്നത് ഈ പടത്തിന് വേണ്ടിയിട്ടാണെന്ന് താങ്കൾ ഒരു പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതായത് മൊത്തം കഥ ഞാൻ കേട്ടത് അത് ഞാൻ ആദ്യം ഭരതനാട്യം, ഞാൻ എൻ്റെ അടുത്ത് ആദ്യമായിട്ട് സിനിമാ കഥ പറയുന്നത് ഭരതനാട്യം. അത് കഴിഞ്ഞിട്ട് ഇത് കഥ മുഴുവൻ കേട്ടില്ല. സംഭവം ക്യാരക്ടർ കൊണ്ട് കഥ പറഞ്ഞത് കൃഷ്ണൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ലൊക്കേഷനിൽ വെച്ചിട്ടാണ് ഫുൾ കഥ പറഞ്ഞത്. ഞാൻ പറഞ്ഞ കഥ കേട്ടില്ല, ആഹാ നല്ല കേസ് നോക്കും, അതിന് പിശാസ് കഥ പറയാൻ പാ. അതിനാണ് ഞാനും ദാസും ഒക്കെ സ്വാതിദാസ് അങ്ങനെ കൂടി കേട്ടു. സ്വാതിയായിട്ട് നല്ല കോംബോ രംഗങ്ങളൊക്കെ, അത് ഭയങ്കര ഗംഭീരായിട്ട്. അത് നല്ല ആർട്ടിസ്റ്റ്, ഗംഭീര ആർട്ടിസ്റ്റ്. നിങ്ങൾ ഒരുമിച്ച് വരുമ്പോഴുള്ള ഓരോരോ ചെറിയ ചെറിയ ഡയലോഗുകളാണെങ്കിലും ചേട്ടനത് പറയുന്നതിൽ ഭയങ്കര തിയേറ്ററിൽ ഇപ്പം ആ എന്റെ കിറ്റ് എന്റെ ഇഷ്ടം എന്ന് പറയുന്ന ആ ഒരു പോയിന്റിൽ തിയേറ്ററിൽ വന്ന കയ്യടി കയറിയിട്ട് അത്ഭുതം തോന്നിയോ? ഞാന് മിക്ക ഡയലോഗും ആർക്ക് കേൾക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് സംഭവം. കാരണം ചിരി കയറിയിട്ടു അടുത്ത കേട്ടാ അങ്ങനെ പുറപ്പേരും നമുക്ക് അത്ഭുതം തോന്നി. ഞാൻ പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് നല്ല കയറി വരുന്നു. നിനക്കിപ്പോൾ തോന്നിയല്ലോ, അത് ഞാൻ ഒരിക്കലും ചിരി പ്രതീക്ഷിച്ചില്ല. അപ്പൊ നമുക്ക് മനസ്സിലായി ബുദ്ധിമുട്ടുന്നു. അത് ഭയങ്കര ചിരി തരും, ഇതൊക്കെ ചിരി കിട്ടും. ആ സമയത്തിനും കൂടിയാണെന്ന് തോന്നുന്നത്, പറയേണ്ട സമയത്ത് എല്ലാം വളരെ രസമായിട്ട്. ബേബിന്റെ മറ്റു വർക്കുകൾ കണ്ടിട്ട് തന്നെയാണോ അദ്ദേഹത്തിന് ഇപ്പൊ അഭിനയിക്കാൻ അങ്ങനെ ആയിരിക്കും? കാരണം പുള്ളിയുടെ മറ്റേ ജിംഖാന അതെല്ലാം അതിലൊന്നും കൊള്ളാതെ കേട്ടോ. ഞാൻ ബേബി ആദ്യത്തെ ലൊക്കേഷനിലാണ്. അതിനുശേഷമാണ് അദ്ദേഹം റാപ്പറാന്നുള്ളത് അറിഞ്ഞത്. റാപ്പറാണെന്ന് വന്നതിന് ശേഷം സ്വാതി പറയുമ്പോഴാണ് റാപ്പറാണത്. കലാരഞ്ജനി ചേച്ചി ഒരു പോയിന്റിൽ ഡബ് ചെയ്തു ഒരു കഥ കേട്ടിരുന്നല്ലോ. എന്റെ ഞാൻ തിരിച്ചു കലാരഞ്ജനി ചേച്ചിയാണ് ആ പറഞ്ഞു. കലാരഞ്ജനി ചേച്ചി അവന്റെ ഹാങ് ചെയ്ത് നിൽക്കുന്ന സമയത്തല്ലേ ഇപ്പം ഉർവശിയും കൽപ്പനയും ഒക്കെ ഉർവശി ചേച്ചിയും കൽപ്പന ചേച്ചി ഉണ്ടായിരുന്ന സ്പേസിലേക്കാണ് കസേര വലിച്ച് ഇരിക്കുന്നത് കലാരഞ്ജൻ ചേച്ചി എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് വരെ വരുന്നുണ്ട്. അവരുടെ കഥാപാത്രം ഇത്രയും നാളുകൾക്കിടയ്ക്ക് നമ്മൾ കാണാത്ത ഒരു ക്യാരക്ടറാണ്. ആ ശബ്ദത്തിന്റെ പരിമിതി വെച്ച് അവരെങ്ങനെയായിരുന്നു സെറ്റില്? അവര് ഭയങ്കര ഇത്രയും പഴയ കാര്യങ്ങളൊക്കെ അറിയാവുന്നതേ സ്പോട്ടിൽ ഓരോ സാധനങ്ങൾ പറയും. കൗണ്ടർ അടിക്കാൻ കൽപ്പന ചേച്ചിക്കും ഉണ്ടല്ലോ ആ ഒരു ഉണ്ട്. എന്റെ കൂടെ നിൽക്കുന്ന മറ്റ് ദിവ്യാണെങ്കിലും ശരിയാണെങ്കിലും അവരൊക്കെ എപ്പോഴും ചേച്ചി അത് ചേച്ചി ഇങ്ങനെ തിരിപ്പിച്ചോണ്ടിരിക്കും. സെറ്റൊരു ശരിയാണ്. ഒരുപാട് സന്തോഷം സംസാരിക്കാൻ പറ്റിയല്ലോ. ഇനിയും നല്ല കഥാപാത്രങ്ങൾ താങ്കൾ തെളിയിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. വിളിച്ചതിലും താങ്ക് യു സോ മച്ച്.